എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് രാജസ്ഥാൻ ഗവൺമെന്റ്, BJP ആണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്, ആന്റി കൺവേർഷൻ ബില്ല് പാസ്സാക്കിയത്. അത് വളരെ സന്തോഷപൂർവ്വമാണ് അവർ പാസ്സാക്കിയിരിക്കുന്നത്. അത് പാസ്സാക്കുമ്പോൾ ആ ആന്റി കൺവേർഷൻ അല്ലെങ്കിൽ കൺവേർഷൻ നടത്തിയാൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ശിക്ഷ ജീവപര്യന്തം തടവാണ്. അടുത്തവർക്ക് കൊടുത്തിരിക്കുന്ന ഫൈൻ 1 കോടി രൂപയാണ്. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നത് 25 ലക്ഷമാണ് അവർ പ്രപ്പോസൽ വെച്ചിരിക്കുന്നതാണ്. പക്ഷെ 25 ലക്ഷത്തിൽ നിന്ന് കുതിച്ചുയർത്തി 1 കോടി രൂപ ഫൈൻ വെച്ചിരിക്കുകയാണ്. എന്നെ ഒരുപാട് ഇക്കാര്യം ചിന്തിപ്പിച്ചു. കാരണം ഇത്ര അധികം ഈ കൺവേർഷനെ ഇന്ത്യ ഗവൺമെന്റ് എന്തിനാണ് ഭയക്കുന്നത്? നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഭാരതത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, അതിന്റെ ശില്പികൾ എഴുതി ഉണ്ടാക്കുമ്പോൾ ഏതു മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് തന്നെ എഴുതി ചേർക്കുകയായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഫണ്ടമെന്റൽ റൈറ്റായി മൗലിക അവകാശമായി നിലനിൽക്കുന്ന ഏതു മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യത്തെ കൂച്ചുവിലങ്ങിട്ടുകൊണ്ട് ഒരു ഗവൺമെന്റ് അതിനെ ഇത്രയധികം ഭയക്കേണ്ടതിന് കാരണം എന്താണ്? അവിടെയാണ് നമ്മൾ ഇതിന്റെ സീരിയസ്നെസ് തിരിച്ചറിയേണ്ടത്. വാസ്തവത്തിൽ ഇവിടെ ക്രൈസ്തവർ ചെയ്യുന്നത് അവരുടെ ക്രിസ്തുവിനെ അവർ പ്രസംഗിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ വേദപുസ്തകമാണ് ആധാര ഗ്രന്ഥം. ആ ഗ്രന്ഥത്തെ ആധാരമാക്കി ലോകത്തിന്റെ ഏകരക്ഷകനായ യേശു ക്രിസ്തുവിനെ വളരെ കൃത്യമായി പ്രസംഗിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രസംഗം കേട്ടാണ് ജനം യേശുവിനെ സ്വീകരിക്കുന്നത്. ആർക്കും പൈസ കൊടുത്തോ, ആരെയും സോപ്പിട്ടോ, ആരെയും ഭീഷണിപ്പെടുത്തിയോ ഒരിക്കലും ക്രിസ്തു മാർഗത്തിലേക്ക് കൊണ്ടുവരാറില്ല. ഒരാൾ യേശുവിനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ യേശു രക്ഷകനാണെന്ന് ശരിക്കും ആ ജനം തിരിച്ചറിഞ്ഞിട്ടാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, അത്തരത്തിൽ വിശുദ്ധ വേദപുസ്തകത്തെ അതിന്റെ പ്രഭാഷകർ പഠിച്ച് കൃത്യമായി പ്രസംഗിക്കുമ്പോൾ, ഭാരതത്തിൽ ഇഷ്ടംമാതിരി ഗ്രന്ഥങ്ങളുണ്ടല്ലോ, രാമായണമായാലും മഹാഭാരതമായാലും വേദങ്ങളായാലും ഉപനിഷത്തുകളായാലും ആരണ്യകങ്ങളായാലും a lot of books are there. എന്തുകൊണ്ട് ഈ പുസ്തകങ്ങളെ സാധാരണക്കാരന് മനസ്സിലാകുവാൻ പാകത്തിന് അടിസ്ഥാനപരമായി നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല? നിങ്ങൾക്കറിയാം, അങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്താൽ ഇന്ന് പുസ്തകത്തിനുള്ള മാർക്കറ്റ് വാല്യൂ പോലും ഇല്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് ചെന്നെത്തും എന്ന കാര്യം കൃത്യമായി അറിയുന്നത് കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ പുസ്തകങ്ങൾ പുറത്തിറക്കി പ്രസംഗിക്കുവാൻ നിങ്ങൾ ധൈര്യം കാണിക്കാത്തത്. ഇവിടെ ക്രിസ്തുമാർഗം മോശമാണെന്നും ഇതെല്ലാം പറ്റിക്കലാണെന്നും പറഞ്ഞുകൊണ്ട് സ്നേഹസംവാദം എന്ന വ്യാജേനയാണ് MM അക്ബറും ടീമുകളും ചേർന്ന് നടത്തിക്കൊണ്ടിരുന്ന പ്രഭാഷണങ്ങൾ അതീവ ശക്തമായി പോകുന്ന കാലഘട്ടത്തിലാണ് ക്രൈസ്തവർ കൃത്യമായി ബൈബിളിനെ പ്രസംഗിക്കുവാനും അപ്പോൾ തന്നെ ഖുർആന്റെ പരുവക്കേടുകളെയും അതിലെ പ്രവാചകനെയും ഒക്കെ വളരെ കൃത്യമായി ജനസമക്ഷം വെളിപ്പെടുത്തുന്ന ഒരു ഘട്ടമുണ്ടായത്. നിങ്ങൾ തിരിച്ചറിയണം, കൂട്ടത്തോടെ ജനം മതം വിടുന്ന ഒരു കാലമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മതം വിടാൻ പാടില്ല, മതം വിട്ടുകഴിഞ്ഞാൽ ജയിലിലാക്കുമെന്ന് പറഞ്ഞാൽ എന്ത് ഇടപാടാണിത്? എന്ത് ബുദ്ധിശൂന്യതയാണിത്? നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത്? ഇത്ര അധികം ഭയന്നതുകൊണ്ട് എത്ര പേരെ നിങ്ങൾക്ക് ജയിലിലിടാൻ കഴിയും? എത്ര പേരിൽ നിന്ന് ഫൈൻ ഈടാക്കാൻ കഴിയും? നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം, ക്രൈസ്തവരെ ആകമാനം കൊന്നു തുലയ്ക്കാൻ മെനക്കെട്ടിറങ്ങി തിരിച്ച, വീടുകളിൽ ചെന്ന് സ്ത്രീകളെയും കുട്ടികളെയും അടക്കം വലിച്ചിഴച്ച് റോഡിലേക്കിട്ട് ഉപദ്രവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ശൗൽ എന്നറിയപ്പെടുന്നയാള്. പിൽക്കാലത്ത് വിശുദ്ധ വേദപുസ്തകത്തിൽ ലേഖനങ്ങളുടെ കർത്താവായി മാറിയ പൗലോസ് എന്ന് പറയുന്നയാള്. അയാൾ ദൈവജനത്തിനെതിരെ സംസാരിച്ച് സ്ട്രോങ് ആയി നിന്നയാളാണ്. സ്തെഫാനോസ് എന്ന മനുഷ്യനെ കല്ലെറിഞ്ഞു കൊല്ലാൻ ഓർഡർ ഇട്ടിട്ട് അയാളുടെ വസ്ത്രം സൂക്ഷിച്ചു കൊണ്ടിരുന്നയാളാണ് ശൗൽ. സ്തെഫാനോസിന്റെ മരണാനന്തരം കർത്താവിന്റെ ശിഷ്യനായി ഇറങ്ങിത്തിരിക്കേണ്ടി വന്ന
അറേബ്യയിലേക്കും യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുമൊക്കെ യേശുവിന്റെ സുവിശേഷവുമായി പോകേണ്ടി വന്ന ഒരാളായി മാറി പിൽക്കാലത്ത് പൗലോസ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? കൊലക്കുറ്റത്തെക്കാൾ അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റത്തിന് കൊടുക്കുന്ന ഒരു ശിക്ഷ പോലെ ജീവപര്യന്തവും 1 കോടി രൂപയും. ഇത് കേൾക്കുന്നവർക്ക് തന്നെ അറിയാം ഇത് മാനം കെട്ടൊരു ഇടപാടാണ് എന്ന്. ശരിക്കും എനിക്ക് ചോദിക്കാനുള്ളത്, തൂക്കിക്കൊല്ലൽ വിധിക്കാൻ പാടില്ലായിരുന്നോ? എന്തിനാണ് അതിൽ കുറച്ചത്? മാന്യ രാജസ്ഥാൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഭാരത ഗവൺമെന്റ്, നിങ്ങൾ കാര്യമറിയണം. ഇതൊന്നും കൊണ്ട് ക്രൈസ്തവ മാർഗത്തെ തച്ചുടയ്ക്കാൻ കഴിയില്ല. നിങ്ങൾ കൂടുതൽ സമ്മർദ്ദം അതിന്റെ മേൽ ചെലുത്തുന്നു എങ്കിൽ അതിനകത്തുള്ള ഒറിജിനൽ ചാറ് പുറത്ത് വെളിപ്പെട്ടു വരും. ഇന്ന് മങ്ങിയ അവസ്ഥയിലാണ് ഈ മാർഗം കിടക്കുന്നത്. ഇതിനകത്ത് ബിസിനസ്സുകാർ കയറി, ഇതിനകത്ത് മറ്റുതര പരിപാടികളായിട്ട് ആൾക്കാർ നിറഞ്ഞു. ഇന്ന് ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം വെളിപ്പെടാത്തൊരവസ്ഥയിലാണ് ഇന്ന് ഭാരതത്തിൽ ക്രിസ്ത്യാനിത്വം നിലനിൽക്കുന്നത്. എന്നാൽ നിങ്ങൾ ശക്തിയോടുകൂടി ഇതിനെ ഉപദ്രവിക്കാൻ തുടങ്ങുന്ന ഘട്ടത്തിൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അതിന്റെ കറകളൊക്കെ മാറി തെളിഞ്ഞ അന്തരീക്ഷത്തിൽ ഭാരത മണ്ണിൽ വെളിപ്പെടും എന്നതിന് സംശയമൊന്നും വേണ്ട. രാജസ്ഥാനിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഈ ആന്റി കൺവേർഷൻ ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കണം. ഇന്ത്യയിൽ ഇതുപോലത്തെ ശിക്ഷ തന്നെ കൊടുക്കാൻ തയ്യാറാകണം. അപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, ഇത്രയും ശിക്ഷിച്ചടിച്ചമർത്തത്തക്ക നിലയിൽ എന്താണ് ഈ ക്രൈസ്തവരുടെ പ്രശ്നം? ഇവർ പഠിപ്പിച്ച ഗാസ്പൽ ഭാരതത്തിൽ എന്ത് നാശമാണ് വരുത്തിയത്? മനുഷ്യനെ മനുഷ്യനായി നടക്കാൻ പഠിപ്പിച്ചതിന്റെ പുറകിൽ ഈ ക്രിസ്തു മാർഗമാണോ അതോ ഹൈന്ദവ ആചാരങ്ങളായിരുന്നുവോ? ഇന്നും മനുഷ്യനെ തുണി ഉടുക്കാൻ പഠിപ്പിച്ചതും മനുഷ്യനെ ഇത്രയെങ്കിലും മാന്യമായി ജീവിക്കാൻ ഒരു പദ്ധതിയിലേക്ക് കൊണ്ടെത്തിച്ചത് യേശുക്രിസ്തുവിന്റെ സുവിശേഷമായതുകൊണ്ടാണോ നിങ്ങൾ ഇതിനെ ഭയക്കുന്നത്? ഇവിടെ നിലനിന്നിരുന്ന വൃത്തികെട്ട ആചാരങ്ങളെ മുച്ചൂട് തകർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇത്രയെങ്കിലും അവകളെ മെരുക്കാനും ഒതുക്കാനും കഴിഞ്ഞത് യേശുക്രിസ്തുവിന്റെ സുവിശേഷമായതുകൊണ്ടാണോ നിങ്ങൾ ഇതിനെ ഭയക്കുന്നത്? കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുവാനിടയായി. മാത്യു സാമുവേൽ നേപ്പാളിലെ പ്രശ്നങ്ങളെ കുറിച്ച് എഴുതി പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അതിൽ അയാൾ പറയുകയാണ്, നേപ്പാളിൽ സുവിശേഷകരാണ് അവിടെ ബഹളമുണ്ടാക്കുന്നതിന്റെ പുറകിലെ ഉത്തരവാദികൾ. എന്നിട്ട് അയാൾ സംസാരിക്കുന്നതിനിടയിൽ പറയുന്നുണ്ട്, അവിടെയുള്ള ആൾക്കാർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുന്നത് അയാൾ കണ്ടു. അപ്പൊ അവർ പ്രാർത്ഥിച്ചിട്ടാണ് കഴിക്കുന്നത്. അതാണോ പ്രശ്നം? അടുത്തവർ വാഹനത്തിൽ പ്രാർത്ഥിക്കുന്നത് കണ്ടുപോലും, പിന്നെ വാഹനങ്ങളിൽ പ്രൈസ് ദി ലോർഡ് നടിച്ചിരിക്കുന്നത് കണ്ടുപോലും. ഇതൊക്കെ കണ്ടപ്പോൾ മാത്യു സാമുവേലിനും മനപ്രയാസം ഉണ്ടായിരിക്കുന്നു. നേപ്പാളിലെ ജനം തമ്മിൽ തല്ലിക്കൊണ്ടിരുന്നത് അവസാനിച്ചത് നേപ്പാളിലെ ജനം പ്രാകൃതമായി ജീവിച്ചിരുന്ന അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നത് സുവിശേഷം ചെന്നതുകൊണ്ടാണ് എങ്കിൽ എന്തിനാണ് നിങ്ങൾ ഈ സുവിശേഷത്തെ ഭയക്കുന്നത്? അവിടെയാണ് എനിക്ക് നിങ്ങളോട് കാര്യങ്ങൾ ചോദിക്കാനുള്ളത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കിതാബിന് ഈ ബൈബിളിനേക്കാൾ മെച്ചമുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അത് പ്രസംഗിച്ച ആൾക്കാരെ മനസ്സിലാക്കി കൊടുത്തിട്ട് ശരിയത് തെറ്റേതെന്ന് തീരുമാനിക്കാനും തിരഞ്ഞെടുക്കുവാനുമുള്ള സ്വാതന്ത്ര്യം എന്തുകൊണ്ട് ജനത്തിന് വിട്ടുകൊടുത്തുകൂടാ? നിങ്ങൾ എന്തിനാണ് ഈ പ്രസംഗത്തെ ഭയക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ പുസ്തകത്തെ ഭയക്കുന്നത്? ഇത് ഭയന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ലാഭമുണ്ടാക്കാൻ കഴിയുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ജനത്തെ വിദ്യാഭ്യാസമില്ലാതെയും ജനത്തെ വിഗ്രഹാരാധനയിലും ജനത്തെ ആഭിചാരത്തിലും ജനത്തെ മറ്റുതര സൂപ്പർസ്റ്റീഷ്യൻസിലും കെട്ടിയിടുന്നത് കൊണ്ട് ഗവൺമെന്റിന് ലാഭമുണ്ടാകുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അവകളുടെയൊക്കെ കാലം ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. യേശുവിന്റെ സുവിശേഷം ഏതറകളിലേക്കും എത്തുന്ന തലത്തിലേക്ക് കഥ മാറിയിരിക്കുന്നു. ഗവൺമെന്റ് ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിനെ തടയാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ ഒരു പക്ഷേ ക്രിസ്തു മാർഗത്തിന്റെ വേരോട്ടം ലോകത്തിൽ നിന്ന് പറിച്ചു മാറ്റാൻ കഴിയുമായിരുന്നു. അതിന് ഭഗീരഥ പ്രയത്നം നടത്തിയ ആളാണ്
വീണുപോയ ദൂതൻ ലൂസിഫർ. അയാൾക്കത് കഴിഞ്ഞില്ല. ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ പ്രത്യക്ഷതയ്ക്കായി വീണ്ടും വരാമെന്ന് പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു. ഇതിനൊക്കെ തടസ്സം ചെയ്യാൻ ലോകത്തിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് കഴിയും എന്ന് കരുതുന്നെങ്കിൽ അത് മൗഢ്യമാണ്, ഒരിക്കലും സാധ്യമല്ല. രാജസ്ഥാനിൽ ആന്റി കൺവേർഷൻ ബില്ല് വന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കിക്കോളൂ. ഒരു കാര്യം നടക്കാൻ പോകുന്നത്, ക്രൈസ്തവരിൽ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക്, ചൊറിച്ചിലുള്ള ആൾക്കാരൊക്കെ അവർ ഇംപ്രിസൺ ചെയ്യാൻ സാധ്യതയുണ്ട്, കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ആരും ഇത്തരം നിയമങ്ങളെ ഭയക്കില്ല. കാരണം ക്രിസ്തുവിന്റെ പുറകെ ഇറങ്ങിത്തിരിക്കുന്ന ആരും ജീവിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതല്ല, മരിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതാണ്. ക്രിസ്തു അതാ അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ചു ക്രൂശ് എടുത്ത് വന്നോളീൻ. ആദ്യ നൂറ്റാണ്ടിൽ സഭ എന്തൊക്കെയാണോ അനുഭവിച്ചിരുന്നത്, അവകൾ അനുഭവിക്കുവാൻ പാകത്തിന് ഇപ്പോൾ ഇവിടെ ഗ്രൗണ്ട് തയ്യാറാവുകയാണ്. ഭാരതത്തിൽ അമ്മാതിരി ഒരു ഗ്രൗണ്ട് തയ്യാറാകുന്ന ഒരു ഘട്ടം അനധിവിദൂരമല്ല എന്ന് പ്രവചിച്ചിരുന്ന പ്രവാചകന്മാരേറെയുണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ ഭാരതത്തിൽ ഇപ്പോൾ ആദ്യ നൂറ്റാണ്ടിലെ ക്രൈസ്തവർ പെർഫോം ചെയ്തതുപോലെ പെർഫോം ചെയ്യത്തക്കൊരവസരം ഉടലെടുത്തു വരികയാണ്, സംജാതമായി വരികയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് പ്രവർത്തിക്കുവാനുള്ള അവസരം അവസാനിക്കുകയും പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ കഴിയുന്നൊരവസരം സംജാതമാവുകയും ചെയ്യുകയാണ്. റോമൻ ഗവൺമെന്റ് വലിയ എംപയറിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ക്രിസ്തുവിന്റെ മാർഗം മുളച്ചതെങ്കിൽ അതിന്റെ വ്യാപനത്തിന് BJP സർക്കാരിനോ RSSനോ ബജ്റംഗ് ദളിനോ വിശ്വ ഹിന്ദു പരിഷത്തിനോ ഒന്നിനും ആവില്ല എന്നതിന് യാതൊരു സംശയവും വേണ്ട. ഇതിനെ ചെറുക്കുന്നവർ തന്നെ ഈ പുസ്തകം ചുമക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യം മാറും. കാരണം ഇത് ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ച യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. ആര് പക കൊണ്ട് ഇതിനെ പരാജയപ്പെടുത്താമെന്ന് വിചാരിച്ചാലും പരാജയപ്പെടുത്താൻ കഴിയില്ല. ദൈവവും മനുഷ്യനുമായി അറ്റുപോയ ബന്ധം തിരിച്ചു തരാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നസ്രയനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രചരിക്കുന്നതിന് തടസ്സം നിൽക്കുന്നു എങ്കിൽ അത് ചെകുത്താന്റെ കരമല്ലാതെ മറ്റാരുടെ കരമാണ്. ചെകുത്താൻ യേശുവിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ യേശുവിന്റെ ശിഷ്യന്മാരെ എങ്ങനെ പരാജയപ്പെടുത്താൻ കഴിയും? ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഇത്ര കൃത്യമായി പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ ആർക്കും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, ആർക്കും ബന്ധിക്കാൻ കഴിഞ്ഞില്ല, മരണത്തിന് പോലും പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ക്രിസ്തു ശിഷ്യന്മാരെ തലകീഴായി കെട്ടിത്തൂക്കുകയും തിളച്ച എണ്ണയിലിടുകയും വലിച്ചുകീറിക്കളയുകയും ചെയ്തിട്ടും ഈ മാർഗത്തിന് അവസാനമുണ്ടായില്ല എങ്കിൽ ഇവിടെയുള്ള ഈ കാണിക്കുന്ന ഓലപ്പാമ്പ് കൊണ്ട് അവസാനിക്കുമെന്നാണോ കരുതുന്നത്? ഒരിക്കലുമില്ല. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ നാടുവിടാനാണ് സാധ്യത. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒറിജിനൽ ദൈവമക്കൾ, ആണായാലും പെണ്ണായാലും കുട്ടിയായാലും മുതിർന്നവരായാലും, തല പോയാലും അവർ ക്രിസ്തുവിനെ ഉപേക്ഷിക്കില്ല. കാരണം ക്രിസ്തുവിലൂടെ അവർക്ക് ലഭ്യമായിരിക്കുന്നത് മുട്ടുവേദന മാറുകയോ തലവേദന മാറുകയോ വീട് കിട്ടുകയോ കാറ് കിട്ടുകയോ പെണ്ണ് കിട്ടുകയോ കുട്ടി കിട്ടുകയോ അല്ല. പ്രത്യുത ഏദനിൽ ദൈവവുമായി അറ്റുപോയ ബന്ധം തിരിച്ചു കിട്ടുന്നതാണ്. അതിന്റെ ഉല്ലാസത്തിലാണ് ക്രൈസ്തവ ജനത. ആ ഉല്ലാസത്തിലേക്ക് എല്ലാവരും വരണമെന്ന് ക്രൈസ്തവൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു ക്രൈസ്തവ ഗവൺമെന്റ് ഉണ്ടാക്കാനല്ല, ഇവിടുത്തെ ഹൈന്ദവ ഗവൺമെന്റിനെയോ ഇസ്ലാമിക ഗവൺമെന്റിനെയോ അട്ടിമറിക്കാനല്ല. അങ്ങനെ ഒരു പരിപാടിയെ അതിന്റെ പുറകിലില്ല. ഇതൊക്കെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഞങ്ങളുടെ രാജ്യം ഐഹികമല്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ കർത്താവായ യേശു വെളിപ്പെടും എന്ന് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളുടെ പൗരത്വം ഇവിടല്ല, സ്വർഗത്തിലാണ്. ഇവിടെ ഞങ്ങൾ സ്ഥിരമായി നിൽക്കാനോ ഇവിടത്തെ ഗവൺമെന്റിനെ പിടിച്ചെടുക്കാനോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നേയില്ല. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ലോകത്തിൽ ഒറ്റ രക്ഷകനേ ഉള്ളൂ. മാനവകുലത്തെ ആകമാനം രക്ഷിച്ച് പിതാവിനോട് അടുപ്പിക്കുവാൻ
ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു കൊള്ളുക, അതത്രേ സുവിശേഷം. മറ്റൊരുത്തലിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല എന്ന് വചനാടിസ്ഥാനത്തിലും ചരിത്രാടിസ്ഥാനത്തിലും അനുഭവാടിസ്ഥാനത്തിലും തെളിച്ചു പ്രസംഗിക്കുമ്പോൾ ജനമത് തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ കർത്താവിനെ സ്വീകരിച്ച് പാപങ്ങൾ വിട്ട്, കേസുകളും വഴക്കുകളും വക്കാണങ്ങളും വിട്ട് അവർ യേശുവിനെ സ്വീകരിക്കുമ്പോൾ എന്ത് നഷ്ടമാണ് ഭാരതത്തിനുണ്ടാകുന്നത്? അല്ല മറ്റൊരു രക്ഷകൻ ഉണ്ടെങ്കിൽ, അല്ല ബൈബിളിനേക്കാൾ നല്ല മറ്റു ദൈവവചനം നാട്ടിലുണ്ടെന്ന് വരികിൽ അതിറക്കി പ്രസംഗിക്കാൻ നെഞ്ചും നെറ്റി നിവർത്തി ചങ്കൂറ്റവും നട്ടല്ലുറപ്പുമുള്ള ആൺപിള്ളരെ പടച്ചിറക്കേണ്ടതിന് പകരം വാളും കുറുവടിയും കൊടുത്ത് ഉപദ്രവിക്കാൻ വിടുകയും അതുകൊണ്ട് അവസാനിക്കാതെ വന്നപ്പോൾ നിയമം മൂലം ക്രൈസ്തവരെ നശിപ്പിച്ചു കളയാം എന്നൊക്കെ കരുതുന്നെങ്കിൽ ഇതൊക്കെ വെറും മൗഢ്യമാണ്. ഇതൊക്കെ ഒരുപാട് ഗവൺമെന്റുകൾ നടത്തി നോക്കി പാളിപ്പോയ കളികളാണ്. അതേ ആയുധങ്ങൾ ഇനിയും എടുക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ആ ആയുധങ്ങൾ എടുക്കുന്നതിൽ ഒരു കാര്യം നടക്കും, ഇവിടുത്തെ ഒറിജിനൽ ക്രൈസ്തവനെ തേച്ചും മിനുക്കി പാകപ്പെടുത്തി പുറത്തിറക്കാൻ കഴിയുമെന്നതിന് സംശയം വേണ്ട. അതുകൊണ്ട് എനിക്ക് ക്രൈസ്തവരോട് പറയാൻ ഉള്ളത്, ഒരുങ്ങിക്കൊള്ളുക, ശുദ്ധീകരണത്തിന് തയ്യാറായിക്കൊള്ളുക. ഒരു ശുദ്ധീകരണത്തിനായി ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. അതിനുവേണ്ടി ദൈവം നമ്മളെ ഒരുക്കുകയാണ്. നമ്മുടെ മരണമാണ് മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് കാരണമെങ്കിൽ, നമ്മുടെ ഇനി നമ്മൾ ഇംപ്രിസണിൽ കിടക്കേണ്ടി വരികയാണ് മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് കാരണമെങ്കിൽ, നമുക്ക് അതിനു വേണ്ടി തയ്യാറാകാം. ഒരു കോംപ്രമൈസിന് നമ്മൾ നിൽക്കേണ്ടതില്ല. നിയമങ്ങൾ മാറ്റിമറിക്കാൻ വേണ്ടി മറ്റൊരു രാഷ്ട്രീയക്കാരന്റെയും തിണ്ണ ഞരങ്ങേണ്ടുന്ന കാര്യം നമുക്കില്ല എന്ന വസ്തുത നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ആ ഗവൺമെന്റ് മാറി മറ്റൊരു ഗവൺമെന്റ് വന്നാൽ കാര്യങ്ങൾക്ക് പരിഹാരം വരുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കരുത്. ക്രിസ്തു പറഞ്ഞിരിക്കുന്നു, ലോകം നിങ്ങൾക്ക് യോഗ്യമല്ല. നിങ്ങൾ ലോകക്കാരല്ലായിക കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. നമ്മളെ പകയ്ക്കാൻ ലോകം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാർ എന്ന വസ്തുത തിരിച്ചറിയുക. ക്രിസ്തുവിനായി ജീവിക്കുക, ക്രിസ്തുവിനെ പ്രസംഗിക്കുക. ജനം വെളിച്ചം കണ്ടെത്തട്ടെ. ഈ ലോകം തരുന്ന ഏത് ശിക്ഷയും സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് നിത്യതയ്ക്കെത്തുവാൻ, നമ്മുടെ കർത്താവിന്റെ അടുക്കിലേക്ക് എത്തുവാൻ നമുക്ക് തയ്യാറാകാം. കാരണം നമ്മുടെ ക്രിസ്തു ഇതേ വഴി തന്നെയാണ് പോയത്. നമ്മുടെ ക്രിസ്തുവിനെ കാർക്കിച്ചു തുപ്പിയ ലോകം നമ്മളെയും കാർക്കിച്ചു തുപ്പും. നമ്മുടെ ക്രിസ്തുവിനെ മുൾക്കിരീടം വെച്ച ലോകം നമ്മളെയും അത് ചെയ്യും. നമ്മുടെ ക്രിസ്തുവിനെ ക്രൂശിച്ച ലോകം നമ്മളെയും അത് ചെയ്യും. അതുകൊണ്ട് അതിനായി നമുക്ക് ഒരുങ്ങാം, അതിനായി നമുക്ക് തയ്യാറാകാം. ക്രിസ്തുവിന്റെ കാൽച്ചുവടുകൾ പിൻപറ്റി ആ സ്വർഗരാജ്യത്തിലെത്തുവാൻ നമുക്ക് തയ്യാറാകാം. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ക്രിസ്തു രണ്ട് പ്രധാനപ്പെട്ട പദപ്രയോഗങ്ങളോട് ഉപയോഗിക്കുന്നു. ക്രിസ്തു തന്നെത്താൻ താഴ്ത്തി. താഴേക്ക് വരുമ്പോൾ പറയുന്നു, പിതാവ് അവനെ ഏറ്റവും ഉയർത്തി. നമുക്ക് തന്നെത്താൻ താഴ്ത്തുവാൻ തയ്യാറാകാം, സമർപ്പിക്കുവാൻ തയ്യാറാകാം, മരണത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകാം. നമ്മുടെ കർത്താവ് നമ്മളെ അനാഥനായി വിടുന്ന ദൈവമല്ല, നമ്മെ ഉയർപ്പിച്ച് അക്കരെ നാട്ടിൽ എത്തിക്കുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നമ്മെയും ഉയർപ്പിക്കും, നമ്മുടെ മർത്യശരീരങ്ങളെയും ഉയർപ്പിക്കും. കർത്താവിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്ന് വരികിൽ നമ്മൾ ഉയർത്തപ്പെടുമെന്നതിന് സംശയം വേണ്ട. അതുകൊണ്ട് ഈ ലോകം വിടുവാൻ നമുക്ക് തയ്യാറാകാം. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഭൂമിയിലുള്ളതല്ല ഉയരത്തുള്ളത് അന്വേഷിപ്പിൻ. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടാൻ സമയമെടുത്തിരിക്കുന്നു. ലോകം നമ്മളെ പകയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു എങ്കിൽ നമ്മൾ കർത്താവിനോട് അടുത്തിരിക്കുന്നു എന്ന വസ്തുത തിരിച്ചറിയുക. ലോക രാഷ്ട്രങ്ങൾ ചേർന്ന് നടക്കേണ്ടുന്ന മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ലോക രാഷ്ട്രങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭാരതത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ക്രൈസ്തവരെ ഉണർത്താൻ കർത്താവിനെ ആൾക്കാരെ റെഡിയാക്കിയിരിക്കുന്നു. അവർ നിയമം മൂലം നമ്മളെ ഉണർത്തുമ്പോൾ ഉണരുക, തലകളെ ഉയർത്തുക, തയ്യാറെടുക്കുക. നമ്മുടെ കർത്താവ് വരാൻ സമയമെടുത്തിരിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.